Watch India's largest kids library only on Jio Hotstar. Download the app now. ഒന്നവിടെ നിന്നേ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ, എന്റെ കുതിര എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട് സുഹൃത്തെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ വാങ്ങാവുന്നതാണ്. സർക്കസിൽ ട്രെയിൻ ചെയ്ത കുതിരയാ. ഇതിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാൻ ഈ നഗരം വിട്ടു പോവുകയാ, അതുകൊണ്ടാ ഇതിനെ വിൽക്കുന്നത്. ഇതിന്റെ പ്രകടനം ഞാൻ കാണിച്ചു തരാം. അതെ, കൊള്ളാലോ വലിയേട്ടാ, നിങ്ങളുടെ കുതിര അടിപൊളി തന്നെയാണല്ലോ. ഈ കുതിര എനിക്ക് വേണം. പറഞ്ഞോളൂ, എത്ര കാശ് വേണം നിങ്ങൾക്ക്? ഞാൻ വേണമെങ്കിൽ ഇതിനെ 10,000 രൂപയ്ക്ക് തരാം. പക്ഷേ ഇതിനെ സ്നേഹത്തോടെ പരിരക്ഷിക്കണം. നിങ്ങൾ സ്നേഹം കൊടുത്താൽ അത് എന്ത് ജോലിയും ചെയ്യും. അതെ, നിങ്ങൾ അതിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട. ഞാൻ ഇതിനെ പൊന്നു പോലെ നോക്കിക്കോളാം. ഓക്കെ, ബൈ. വലിയേട്ടാ, വലിയേട്ടാ, വേഗം വീട്ടിലേക്ക് വരൂ, ഒന്ന് കാണിച്ചു തരാനാ. പത്തിലും ഒന്ന് പുറത്തു വരൂ. ഇത് നോക്കിയേ, ഞാനൊരു സർക്കസ് കുതിര കാശ് കൊടുത്ത് വാങ്ങിച്ചു. അങ്ങനെയാണോ? അപ്പൊ ബോട്ട് സർക്കസ് കുതിരയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? ഇതേ കുതിരയെ കൊണ്ട് ഞാൻ ബോട്ട് വരെ സർക്കസ് ചെയ്യിച്ചില്ലെങ്കിൽ എന്റെ പേര് ജോൺ ദി ഡോൺ എന്തായിരിക്കില്ല. മോട്ടു, നീ കുതിരയെ എവിടെന്നാ വാങ്ങിച്ചത്? ആരും നിന്നെ വിഡ്ഢിയാക്കിട്ട് തന്നൊന്നും അല്ലല്ലോ. എന്നെയൊന്നും ആരും പറ്റിച്ചിട്ടില്ല പത്തിലു. ഞാൻ ഈ കുതിരയുടെ കഴിവ് എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഇത് എന്തൊക്കെയാ കാണിച്ചെന്നറിയോ? ഇനി നമ്മൾ ഇതിനെ പൊന്നുപോലെ നോക്കണം. ഇതിന്റെ പേരെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ജേട്ടക് എന്നാണ്. പൊളിച്ചെടുത്തല്ലോ മോട്ടു പത്ലു. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങളൊരു നല്ല കാര്യം ചെയ്തിരിക്കുന്നത്. ഈ കുതിരയെ വെച്ച് നമുക്ക് ഷോ നടത്തി എല്ലാവർക്കും ഒരുപാട് കാശുണ്ടാക്കട്ടാ. ശരി ഗസീറ്റാരാമേ, നിങ്ങൾ ഈ ഫുർഫുറി നഗർ മുഴുവനും മോട്ടു ദ ഹോഴ്സ്മാൻ എന്ന പേരിലുള്ള സർക്കസ് അനൗൺസ്മെന്റ് ചെയ്യ്. നാളെ തന്നെ നമുക്ക് ഈ സർക്കസ് ഷോ തുടങ്ങണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവരും കേട്ടോളൂ. ഫുർഫുറെ നഗരത്തിൽ ആദ്യമായിട്ടൊരു സർക്കസ് വരാൻ പോവാണ്. അതിലൊരു കുതിരയുടെ ലൈവ് ഷോ നടത്താൻ പോകുന്നു. അത് അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മോട്ടുവാണ്, ദ ഹോഴ്സ്മാൻ. ടിക്കറ്റ് വില വെറും 100 രൂപ, 100 റുപ്പീസ്. ഈ ഷോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ്. ബോസ്, ഇങ്ങനെ തന്നെ ടിക്കറ്റ് വിറ്റുപോയാലുണ്ടല്ലോ, പിന്നെ മോട്ടുവും പത്രുവിനും പിടിച്ചാ കിട്ടില്ല. പറഞ്ഞേക്കാം. എന്റെ ഈ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ടടാ. അവന്മാരെ പണക്കാരാവാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്റെ വലയിൽ അവരെ ഞാൻ കുടുക്കിയിരിക്കും. വാടാ, പോകാം. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കുതിരയുണ്ടല്ലോ, ഇവനാള് ഭയങ്കര തരികടയാ. മോട്ട് ഇവൻ ശരിയാക്കിക്കോളും. മോട്ടും പത്തലും എന്ത് സർക്കസാണോ കാണിക്കാൻ പോകുന്നത്. മോട്ടു, നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. വേഗം വാ, നമുക്ക് കുതിരയ്ക്ക് ഷോയ്ക്കുള്ള പ്രാക്ടീസ് കൊടുക്കാം. ചാട് കുതിരേ, ചാട് മോനെ, ചാട് 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 മോനെ, ചാട് ചാട് ചാടാനാ പറഞ്ഞത്. കുതിര വോട്ടും ടെട്ടിന്റെ പണിയാ കൊടുത്തോണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ കൊടുത്ത പണി തന്നാ ഏറ്റെന്നാ തോന്നുന്നത്. ഇനി ഇവിടുന്ന് മുങ്ങാം. എന്റെ മോട്ടു, നീ എന്ത് കുതിരയെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇവന് വിശന്നിട്ടുണ്ടാവുന്ന. മോട്ടു, നമുക്ക് ചേതക്കൻ ആദ്യം കുറച്ച് പുല്ല് തിന്നാൻ കൊടുക്കാം, എന്നിട്ട് പ്രാക്ടീസ് തുടങ്ങാം. എന്താ? ശരിയാ പറഞ്ഞത് പത്തലു. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. പിന്നെ എങ്ങനെയാ ജേട്ടക്കിന് പ്രവർത്തിക്കുക? ഞാൻ ചെന്ന് പുല്ലെടുത്തോണ്ട് വരാം. നീ ഇവിടെ തന്നെ നിൽക്കേ. ഓക്കെ? എന്റെ അമ്മോ,
മോട്ടു പത്ലു, നിങ്ങൾ ഈ കുതിരയെ എങ്ങനെ കൊണ്ടുവന്നു? എവിടുന്ന് കൊണ്ടുവന്നു? ആ കുതിരയെ വെച്ച് നിങ്ങൾ ഒരു സർക്കസ് ഷോ നടത്താൻ പോണെന്ന് കേട്ടല്ലോ. ചിങ്കം സാറ്, ഞങ്ങൾക്ക് ഈ കുതിരയെ കൈകൊണ്ട് തൊടാൻ പോലും കഴിയുന്നില്ല, പിന്നെ എങ്ങനെ ഷോ നടത്താനാ? ചിങ്കം സാറേ, ഞാൻ ഈ കുതിരയെ ഒരു സർക്കസുകാരന്റെ അടുത്ത് നിന്ന് 10,000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. പെട്ടെന്ന് ഇതിനെന്താ പറ്റിയെന്ന് അറിയില്ല. ഇതൊന്നും അനുസരിക്കുന്നില്ല. ട്രെയിനിങ് ചെയ്യാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കുന്നില്ല. മോട്ടു പത്ലു, നിങ്ങൾക്ക് ആശംസകൾ. നാളെ നടക്കുന്ന മോട്ടു ദ ഹോഴ്സ് റൈഡർ ഷോന്റെ ടിക്കറ്റ് മുഴുവനും വിറ്റിരിക്കുന്നു. എല്ലാ ഷോസും ഹൗസ്ഫുൾ ആയിരിക്കുന്നു. എന്റെ രോഗികളാണ് സത്യം. ഈ ഷോ കാണാൻ വേണ്ടി ഞാൻ വളരെ ആകാംക്ഷാഭരിതനാണ്. ഷോന്റെ കാര്യമൊക്കെ വിട്ടേക്കൂ. ഇതെന്തെങ്കിലും ചെയ്താലല്ലേ ഷോ നടത്താൻ പറ്റൂ. നിങ്ങൾ കണ്ടില്ലേ, ഇത് ആണി അടിച്ച പോലെ നിൽക്കുന്നത്. മമ്മി അങ്ങനെ പറയല്ലേ. ഷോ നമുക്ക് നടത്തിയാൽ മതിയാവോ? ഷോ നമ്മൾ നടത്തിയില്ലെങ്കിൽ എന്റെ 20 കൊല്ലത്തെ അനുഭവം പറയാണ്. പബ്ലിക് നമ്മളെ ഇടിച്ച് ഇടിച്ച് പരിപ്പ് ഇളക്കുണ്ടാ. ഇനി ഞാൻ ഇതിന്റെ പുറത്ത് കയറി സർക്കസ് കാണിക്കാൻ പോണ. സർക്കസ് നമ്മൾ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കാശ സമ്പാദിക്കാൻ പോകുന്നത്. മോട്ടൂര് പത്രവും അറിയില്ല അവരുടെ കുതിര എന്റെ അടുത്താ ഉള്ളതെന്ന്. എന്താ സുഹൃത്തുക്കളെ മോട്ടു പത്ലു, ഷോ എപ്പോഴാ തുറക്കാൻ പോണേ? അതെ ചേട്ടാ, ഷോ ക്യാൻസൽ ചെയ്യാൻ പോവാ. കുറച്ച് പ്രോബ്ലം ഉണ്ടെന്നേ. അതെ, ഇയാള് പൈസ എഴുതിട്ട് ഷോ ക്യാൻസൽ ചെയ്യാണ്. വേണ്ട വേണ്ട. മോട്ടു, ഓടിക്കോ. കുതിര അവിടെ നിക്ക്, അവിടെ നിക്ക്. ഫുർഫുറി നഗരത്തിലെ ജനങ്ങളെ, മോട്ടു പത്ലു ഷോ തുടങ്ങുന്നത് പോലെ തോന്നുന്നില്ല. എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ ഈ കുതിരയുള്ളപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും ഈ ഷോ നടക്കും, ഞാൻ ഗ്യാരണ്ടി. മോട്ടു പത്ലു ഷോ ടിക്കറ്റ്സിനുള്ള കാശൊക്കെ തിരിച്ചു കൊടുത്തേക്ക്. നിങ്ങൾക്ക് ഇത് സമയം കിട്ടുകയാണെങ്കിൽ ജോൺ ദി ഹോഴ്സ്മാന്റെ ഷോ വന്ന് കണ്ടേക്ക്. പത്ലു, ഈ കുതിരയാണെങ്കിൽ നമ്മളെ കൊല്ലാക്കൊല ചെയ്യുക. പക്ഷെ ആ ജോണോ, അവനൊരു കുതിരയെ കൊണ്ട് ഷോ ചെയ്യാൻ പോകുന്ന അനൗൺസ് ചെയ്ത് പോകുന്നത് കണ്ടോ? എന്തെങ്കിലും ചെയ്യ് പത്ലു, എന്തെങ്കിലും ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? മോട്ടു, എനിക്ക് എന്താ തോന്നുന്നെന്ന് വെച്ചാ, ജോൺ ഉണ്ടല്ലോ, അവൻ നമ്മുടെ കുതിര ഇരിക്കേണ്ട സ്ഥലത്ത് അവന്റെ കുതിരയെ വെച്ച് പണി തുടങ്ങിയിരിക്കുക. വാ, നമുക്ക് അങ്ങോട്ട് പോയി എന്താ നടക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നമുക്ക് ചായ ടിഫിനും കഴിച്ചിട്ട് വന്നാലോ? പത്ലു, എന്റെ കുതിര ഇതുപോലെയാണോ ചെയ്തോണ്ടിരുന്നത്? ഇതെന്റെ കുതിരയാണ്, എന്റെ ചേട്ടക്ക്. പക്ഷേ ഇതിന്റെ കളർ കറുപ്പാണ്. പക്ഷേ ഇതെന്റെ കുതിര തന്നെയാണ്. ഇപ്പൊ മനസ്സിലായി ജോണ് കളിച്ച കളി എന്താന്ന്. എന്റെ മോട്ടു, ആ ജോണ് നമ്മുടെ ചേതകിനെ കറുപ്പ് കളർ അടിച്ച് മാറ്റിയിരിക്കുകയാണ്. അവന്റെ കുതിരയെ നമുക്ക് തന്നിട്ട് നമ്മുടെ കുതിരയെ അവൻ എടുത്തോണ്ട് പോയിരിക്കുകയാണ്. അതിൽ യാതൊരു സംശയമില്ല മോട്ടു. ഇനി നമുക്ക് കാണാം ഇതിന്റെ പെർഫോമൻസ് ഒക്കെ ഇതിന്റെ ഓണറിനോട് കാണിക്കുന്നത്. ഓട് കുതിരെ, അങ്ങോട്ട് ഓട്. ടിക് ടിക് ടിക്, വേഗം പോക. ടിക് ടിക്. മതി.
മതിയാക്ക്. എടാ പാട്ടൊന്ന് നിർത്ത്, പാട്ട് നിർത്ത്. എടാ ഈ കുതിരയെ ഒന്ന് അടക്കി നിർത്ത്, കുതിരയെ ഒന്ന് അടക്കി നിർത്ത്. ഫുർഫുറി നഗറിലെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ സംഭവിച്ചതിന് ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഷോയ്ക്ക് റെഡിയായി വന്നിരിക്കുകയാണ്. ചെട്ടക് റെഡി? സബാഷ് സബാഷ് മോനെ, വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. Wow! ഇത് ചീറ്റിംഗ് ആണ്. ഇവന്മാർ എന്റെ കുതിരയെ മാറ്റിയതാണ്. ജോൺ, ഇപ്പൊ നിന്റെ റൗണ്ടാണ്. പക്ഷെ നീ റൗണ്ട് അടിക്കേണ്ടത് ജയിലിനകത്താണ്. Watch India's largest kids library only on Geo Hotstar. Download the app now.